ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ 80 രൂപ നിങ്ങളുടെ UPI ID നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസീവ് ആകുന്ന ഒരു അടിപൊളി ലൂട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ലൂട്ട് ചെയ്യാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ UPI ID അടിച്ചിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് മുമ്പായിട്ട് ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അത് പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ ഒരു ബ്ലൂ പെന്നിനെ കൊണ്ടൊരു ഒപ്പ് ഇട്ടിട്ട് ഒരു സൈൻ ഇട്ടതിന് ശേഷം അതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും എടുത്ത് വെച്ചേക്കുക. ഓക്കെ, എന്നിട്ട് വേണം ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ UPI ID അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക, പെർമിഷൻ ചോദിക്കും, അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് ലഭിക്കും. നമ്മുടെ HDFC ബാങ്കിൻ്റെ തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റോക്ക് ബൈ ചെയ്യാനും സെല് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അവിടെ ഒന്നാമത്തെ ഓപ്ഷൻ സൈനപ്പ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ ID അടിച്ചു കൊടുക്കാൻ പറയും. നിങ്ങളുടെ ഫോണിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളോട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ID വന്നൊരു OTP ആണ്. ഇമെയിൽ ID ഒരു OTP വന്നിട്ടുണ്ടാകും, ഒരു 4 ഡിജിറ്റ് OTP. ആ ഒരു OTP തെറ്റാതെ ഇവിടെ അടിച്ചിട്ട് കൺഫേം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കാൻ പറയും. നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. അതും സെയിം ഒരു 4 ഡിജിറ്റ് OTP ആയിരിക്കും. ആ ഒരു 4 ഡിജിറ്റ് OTP കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളോട് നിങ്ങളുടെ പാൻ നമ്പറും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇവിടെ നിങ്ങളുടെ പാൻ കാർഡ് നമ്പർ കൊടുക്കരുത്. ഓക്കെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിവിടെ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഈ ഒരു പേജിൽ 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ നേരത്തെ കൊടുത്ത UPI ID ഉണ്ടല്ലോ, ആ ഒരു UPI IDയിലോട്ട് 1 രൂപ വരും. ആ ഒരു ബാങ്ക് അക്കൗണ്ടിലോട്ട് 1 രൂപ റിസീവ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. അങ്ങനെ വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, തുടർന്നുള്ള സ്റ്റെപ്പ് ചെയ്യുക. ഇനി വന്നിട്ടില്ല, ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കുക. ഇതേപോലെ കണ്ടില്ലേ, 1 രൂപ റിസീവ് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരും. വന്നാൽ മാത്രം മുമ്പോട്ടുള്ള സ്റ്റെപ്പ് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളുടെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വന്നിട്ട് ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. ഓക്കെ, നിങ്ങളുടെ പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർമിഷൻ അലോ ചെയ്യാൻ പറയും. നിങ്ങൾ എന്ത് ജസ്റ്റ് ഗിവ് പെർമിഷൻ കൊടുക്കാം. ശേഷം നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുത്തൊന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒരു വെളിച്ചമൊക്കെയുള്ള രീതിയിൽ വായിക്കാൻ പറ്റുന്ന രീതിയിൽ പാൻ കാർഡിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വരും. അത് കറക്റ്റ് ആണെങ്കിൽ യെസ് കറക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ സെൽഫിയാണ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ കുറച്ച് പെർമിഷൻ കാര്യങ്ങൾ ചോദിക്കും. അതെല്ലാം അലോ ചെയ്ത് കൊടുക്കണം. ഡെനി അടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വീണ്ടും അലോ ചെയ്യേണ്ടി വരും. ഓക്കെ, ലൊക്കേഷൻ പെർമിഷൻ ചോദിക്കുന്നത്, അതായത് നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ഈ ഒരു KYC ചെയ്യുന്നതെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു പെർമിഷൻ അലോ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോട്ടോ ഒന്ന് എടുക്കുക. സെൽഫി കുറച്ച് സമയം ലോഡാകും, കുറച്ച് സമയമല്ല, കുറച്ച് അധികം സമയം ലോഡാകും. 1-2 മിനിറ്റ് വരെ ലോഡാകാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുന്നുണ്ട്. ലോഡ് ആയതിനു ശേഷം അവിടെ സക്സസ് ആകും. ശേഷം നിങ്ങളുടെ പാരൻറ്റിൻ്റെ നെയിം കാര്യങ്ങളൊക്കെ കാണിക്കും, നിങ്ങളുടെ പേര് കാണിക്കും. ഇവിടെ വാണ്ട് യു ആഡ് നോമിനി എന്നുള്ള ബട്ടണിൽ മസ്റ്റായിട്ട് നോ കൊടുക്കുക. കാരണം യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നോമിനി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോർഡ് വരും. ഓക്കെ, ഇവിടെ പ്രൊഫഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ സ്റ്റുഡൻ്റ് ആണോ, എന്താണ് ഹൗസ് വൈഫ് ആണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ശേഷം ലെസ് ദാൻ 1 lakh സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒന്നും നിങ്ങൾ മാറ്റം വരുത്തേണ്ട. മാരീഡ് ആണോ സിംഗിൾ ആണോ എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. ഞാനിപ്പോൾ സിംഗിൾ ആയതുകൊണ്ട് തന്നെ സിംഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങൾ താഴോട്ട് സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ബാങ്ക് ഇതിലുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാ ബാങ്കുകളും ഇതിലുണ്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ബാങ്ക് ഇതിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ വാട്സപ്പ് നമ്പർ ഇട്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ശേഷം നിങ്ങളുടെ സൈൻ അപ്ലോഡ് ചെയ്യാൻ പറയും. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ IFSC കോഡും കൊടുത്തു കഴിഞ്ഞാൽ അതിലോട്ട് 1 രൂപ റിസീവ് ആവും. അതിനുശേഷം പ്രോസസ്സ് ആയതിനു ശേഷം നിങ്ങളുടെ സൈൻ അപ്ലോഡ് ചെയ്യാൻ പറയും. ആ സൈനും കൂടി അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ഒപ്പിട്ടിട്ട് വെച്ച ഫോട്ടോ ഇല്ലേ, ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് 2 MB താഴെ ആയിരിക്കണേ. ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അവിടെ താഴെയായിട്ട് ഈ സൈൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സൈൻ അപ്പ് നൗ അല്ലെങ്കിൽ സൈൻ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള പ്രോട്ടീനിലോട്ട് പോകും. ഇവിടെ ആ ഒരു ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഉണ്ടല്ലോ, നിങ്ങളുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം അതിലോട്ട് OTP വരും. ഈ OTP കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള പ്രോട്ടീൻ എന്ന് പറയുന്ന സൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ശേഷം നമ്മുടെ ഈ സൈൻ ഇവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇവിടെ നിങ്ങൾ 1 മിനിറ്റോ 2 മിനിറ്റോ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. ഒന്നും ബാക്ക് അടിക്കുക ഒന്നും ചെയ്യരുത്. ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസിലോട്ട് എത്തും. വി ആർ റിവ്യൂവിങ് യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോഴേക്കും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ 80 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് റിസീവ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിലിട്ടതിന് ശേഷം ഗ്രൂപ്പ് മെമ്പേഴ്സിന് അവർ ചെയ്തിട്ട് കിട്ടിയ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പക്ക വർക്കിംഗ് ആണ്, ആരും ചെയ്യാതിരിക്കേണ്ട. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ